എന്റെ കണ്ണുകൾ കെട്ടരുത്. എനിക്ക് ആകാശം കാണണം. വധശിക്ഷാ പീഠത്തിൽ നിൽക്കുമ്പോഴും സ്വാതന്ത്ര്യത്തിന്റെ ആകാശത്തേക്ക് കണ്ണുനട്ടിരുന്ന 19കാരനായ ഒരു ബാലന്റെ വാക്കുകളായിരുന്നു ഇവ. ഇതാണ് കർത്താർ സിംഗ് സരഭയുടെ കഥ. വെറും 19-ാം വയസ്സിൽ കർത്താർ സിംഗിന്റെ ഏറ്റവും വലിയ ആയുധം ഒരു സൈക്കിളായിരുന്നു. അദ്ദേഹത്തിന്റെ പോരാട്ടം ഭൂമിയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. വിപ്ലവകാരികളെ കാണാൻ സൈക്കിളിൽ സഞ്ചരിച്ചിരുന്ന ഈ യുവാവ് വിമാനങ്ങളിലൂടെ ആകാശത്ത് നിന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വെല്ലുവിളിക്കണമെന്ന് സ്വപ്നം കണ്ടു. 1912 പഠനത്തിനായി സാൻ ഫ്രാൻസിസ്കോയിൽ എത്തിയ കർത്താർ സിംഗിനെ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ പരിഹസിക്കുകയും ഒരു അടിമ രാജ്യത്തെ പൗരൻ എന്ന് വിളിക്കുകയും ചെയ്തു. ആ നിമിഷം അദ്ദേഹത്തിനുള്ളിൽ ഒരു കനൽ ജ്വലിച്ചു. അതിനുശേഷം അദ്ദേഹം വിപ്ലവത്തിന്റെ പാത തിരഞ്ഞെടുത്തു. സരഭ തന്റെ തന്ത്രങ്ങളെ 2 ഭാഗങ്ങളായി തിരിച്ചു. അതിന്റെ ആദ്യപടി സൈക്കിളായിരുന്നു. ഫിലാഡൽഫിയയിലെ ഒരു ചെറിയ സൈക്കിൾ ഷോപ്പിൽ മെക്കാനിക്കായി ജോലി ചെയ്യുമ്പോഴും അദ്ദേഹം ആ സൈക്കിളിനെ വിപ്ലവത്തിന്റെ ആയുധമാക്കി മാറ്റി. പകൽ സമയത്ത് സൈക്കിളുകൾ നന്നാക്കുകയും രാത്രിയിൽ അതേ സൈക്കിളിൽ കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് ഗദ്ദർ പത്രം വീടുതോറും എത്തിക്കുകയും ചെയ്തു. വെറും 18 വയസ്സുള്ളപ്പോൾ തന്നെ അദ്ദേഹം ആയിരക്കണക്കിന് ഇന്ത്യൻ കുടിയേറ്റക്കാരെ ഒന്നിപ്പിക്കുകയും ഏകദേശം 10,000 വിപ്ലവകാരികളുടെ ശക്തമായ ശൃംഖല കെട്ടിപ്പടുക്കുകയും ചെയ്തു. 1915 അദ്ദേഹം ഇന്ത്യയിൽ ഒരു വിപ്ലവം ആസൂത്രണം ചെയ്തു. ഫെബ്രുവരി 21 തീയതി നിശ്ചയിച്ചിരുന്നത്. അദ്ദേഹം ഇന്ത്യയിൽ തിരിച്ചെത്തുകയും പഞ്ചാബിലെ മോഗ, ഛബാൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ രഹസ്യ ബോംബ് നിർമ്മാണശാലകൾ സ്ഥാപിക്കുകയും ചെയ്തു. വിദേശത്ത് നിന്ന് പഠിച്ച കെമിക്കൽ പരിജ്ഞാനം ഉപയോഗിച്ച് അദ്ദേഹം സ്വന്തമായി ബോംബുകൾ നിർമ്മിച്ചു. ബ്രിട്ടീഷ് സൈനിക ക്യാമ്പുകളും റെയിൽവേ ലൈനുകളുമായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. എന്നാൽ ഈ പദ്ധതി ബ്രിട്ടീഷുകാർക്ക് ചോർന്നു കിട്ടി. വിപ്ലവത്തിന്റെ തീയതി ഫെബ്രുവരി 19 മാറ്റിയെങ്കിലും 1915 മാർച്ച് 2 അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു. ലാഹോർ ഗൂഢാലോചന കേസിൽ തന്റെ 19-ാം വയസ്സിൽ അദ്ദേഹത്തിന് വധശിക്ഷ വിധിക്കപ്പെട്ടു. 1915 നവംബർ 16 അദ്ദേഹത്തെ തൂക്കിലേറ്റുന്നതിന് തൊട്ടുമുമ്പ് അദ്ദേഹത്തിന്റെ കണ്ണുകൾ മൂടാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ കണ്ണുകൾ കെട്ടരുത്. എനിക്ക് ആകാശം കാണണം. തുടർന്ന് തല ഉയർത്തിപ്പിടിച്ച് അദ്ദേഹം അമരനായി മാറി. ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ ഏറ്റവും അപകടകാരിയായ വിപ്ലവകാരി എന്നാണ് വിളിച്ചിരുന്നത്. അവരുടെ ഭയം വളരെ വലുതായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ പോലും അതീവ രഹസ്യമായാണ് നടത്തിയത്. കർത്താർ സിംഗ് സരഭ വെറുമൊരു പേരായിരുന്നില്ല. ബ്രിട്ടീഷുകാർക്കെതിരെ ആളിപ്പടർന്ന അഗ്നിയായിരുന്നു അദ്ദേഹം.